എല്ലാവർക്കും നമസ്കാരം. മെറിഡിയൻ ഹോം സിനിമാസ് ECL 2025 ഈ വരുന്ന സെപ്റ്റംബർ 19, 20, 21 ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. അതിഗംഭീരമായ പ്രാക്ടീസും കുതന്ത്രങ്ങളും മെനഞ്ഞ് ഓരോ ടീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ റോക്ക് റൈഡേഴ്സിന്റെ ടീം ഓണേഴ്സിനെ പരിചയപ്പെടാം. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, എന്തൊക്കെ പ്ലാൻസ് ആണ് അവർ റെഡിയാക്കിയേക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. മിസ്റ്റർ ശ്രീരാഗ് ആൻഡ് മിസ്റ്റർ നിഷാദ്, നിങ്ങൾ എന്തൊക്കെയാണ് ECLന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഒക്കെ കരുതിയേക്കണെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞുതരും. രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും ഒരു കാര്യം പറയാം, എത്ര പ്ലാനിങ് നമ്മളിവിടെ ചെയ്തു എന്ന് പറഞ്ഞാലും അന്നത്തെ ദിവസം കളിക്കളം പോലുള്ള ഒരു ടർഫിൽ കൃത്യമായി വന്ന് ആ ദിവസത്തെ മാച്ചിന് ഒരാൾക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, അതാണ് അന്നത്തെ ദിവസത്തെ ആ ടീമിൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ടീമിൽ ഒരുപാട് ഐക്കണുണ്ട്, ഒരുപാട് ഫേമസ് പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അന്നത്തെ ദിവസം അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ദിവസം ആ ടീം പോകും. സോ അത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ടീം ക്യാപ്റ്റൻ ഞങ്ങൾ ടീം ക്യാപ്റ്റൻ ഡയസാണ്, AB ആണ് ഐക്കണായിട്ട് വരുന്നത്, ഡയസ് ഐക്കണായിട്ട്. നിങ്ങൾ കപ്പടിച്ചിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചാണോ വന്നേക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അടിക്കുമെന്ന് സംശയം ഉണ്ടാവില്ല? കപ്പ് നമ്മൾ തന്നെ അടിച്ചു. നിങ്ങൾ കപ്പടിക്കായിരിക്കും, എന്നാലും നിങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് വേറൊരു ടീം ഏതായിരിക്കും കപ്പടിക്കാൻ ചാൻസ് ഉള്ളത്? 12 ടീമിൽ ഞങ്ങൾ ഒഴികെയുള്ള ബാക്കി 11 പേർക്ക് വേണമെങ്കിൽ ജയിക്കാന്നുള്ള പറയാം. പക്ഷെ ആ 11 പേരിൽ ചിലപ്പോൾ മെറിഡിയൻ ഹോംസ് ആവാം, ഇപ്പൊ D14 ആവാം, അതല്ല ഗോൾഡൻ മെറ്റോർ ആവാം, അങ്ങനെ ബാക്കിയുള്ള 11 ആര് വേണമെങ്കിലും ആവാം. എന്നാലും നമുക്കൊരു ചാൻസസ് ഉണ്ടെന്ന് കരുതുന്ന ഒരു ടീം ഉണ്ടാവുമല്ലോ. ഉണ്ട്, റോക്ക് റൈഡേഴ്സ്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റും എല്ലാം നടക്കട്ടെ, നിങ്ങൾ ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.